हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 35ാമത്തെ ശ്ലോകം കഴിഞ്ഞു. നമ്മളുടെ ഒന്ന് 36 37 ചെല്ലാം. സ്കന്ദധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവഃ പുരന്ധര അശോകസ്താരണസ്താര ശൂരശൗരിർജനേശ്വര അനുകൂലശതാവർത്ത പത്മനിഭക്ഷണ. ഇന്നത്തെ നാമം നമ്മൾ 331ാമത്തെ നാമമാണ് എടുക്കുന്നത്. വായുവാഹന. എല്ലാ വായുവിനെയും നിയന്ത്രിച്ച് പ്രവർത്തിക്കുന്നവൻ അർത്ഥം. പ്രവർത്തിപ്പിക്കുന്നവൻ, വായുവിനെ അതിൻ്റെ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നവൻ. സപ്തമരുത്തുക്കൾക്ക് ക്രിയാശക്തി നൽകുന്നവൻ. മരുത്ത് എന്ന് വെച്ചാൽ വായുവാണ്. 7 തരത്തിലുള്ള വായുകളാണ് അവിടെ. സപ്തമരുത്തുക്കൾ. വായുമാർഗം സഞ്ചരിക്കുന്നവൻ എന്നും ഒരർത്ഥം എടുക്കാം വായുവാഹന എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ വായുവിന് വേണ്ടത്ര ശക്തി കൊടുത്ത് അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം എടുക്കാം. അപ്പോൾ ജീവികൾക്ക് പ്രാണൻ നൽകാൻ ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിനെ സൃഷ്ടിച്ച് അതിൽ ഉപവിഷ്ടനായി അതിന് ചലനശക്തി നൽകുന്നു ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായ ജീവികൾക്ക് വൈറ്റൽ എയർ നമ്മൾ കണ്ടില്ലേ, ആ പ്രാണൻ നൽകാൻ വേണ്ടി പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിനെ സൃഷ്ടിച്ച്, അതിൻ്റെ പർപ്പസ് അതാണല്ലോ, അതിൽ വിശ്വം വിഷ്ണു വഷട്കാരോ അതിൽ നുഴഞ്ഞു കയറി, അതിൻ്റെ ഉള്ളിൽ കയറി കൂടി. അങ്ങനെയാണല്ലോ ഭഗവാന്റെ പതിവ്. കൃഷ്ണയുടെ ഉള്ളിൽ ആദ്യം കയറി കൂടില്ലോ. It becomes a part of his creation. എന്നിട്ട് അകത്തിരുന്ന് അതിന് ചലനശക്തി നൽകുന്നു. അപ്പോൾ ഈ വായുവിനെ മഹർഷിമാര് 7 തരം തിരിച്ചിട്ടുണ്ട്. ആണ് സപ്തമരുത്തുക്കൾ എന്ന് പറയുന്നത്. തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തന പരിധി, അതായത് ജൂറിസ്ഡിക്ഷൻ അനുസരിച്ചിട്ടുള്ള പേരുകളാണ് ഓരോന്നിനും കൊടുത്തിരിക്കുന്നത്. 7 മരുത്തുക്കളാണ്, 7 വായുക്കളാണ്, 7 കാറ്റഗറിയാണ്. ആവഹം, പ്രവഹം, അനുവഹം,
സംവഹം, വിവഹം, പരാവഹം, പരിവഹം, അങ്ങനെയുള്ള 6 വായു കാറ്റഗറീസാണ്, 7 കാറ്റഗറീസാണ് സപ്തമരുത്തുക്കൾ. അതിൽ ഈ ആവഹം എന്ന് പറഞ്ഞത് ഭൂമിക്കും മേഘങ്ങൾക്കും ഇടയിലുള്ള വായു ഉണ്ടല്ലോ. നമ്മളുടെ ഭൂമി, നമ്മൾ കാണുന്ന ഭൂമി, സ്പേസ്, ആ ഭൂമിക്കും മേഘങ്ങൾക്കും, നമ്മളുടെ കണ്ണിൽപ്പെടുന്ന മേഘങ്ങൾ, സ്കൈ എന്ന് പറയാം, ഫെർമമെൻറ്റ് ഒക്കെ പറയില്ല. അപ്പോൾ ഈ ഭൂമിക്കും മേഘങ്ങളുടെ വരെയുള്ള ഭാഗത്തിന്, മേഘത്തിൻ്റെ മുകളിലുള്ള കാറ്റഗറി അല്ല. ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ മേഘങ്ങൾ താഴ്ത്താവും കാണുക. അപ്പോൾ അവിടുത്തെ വായു വേറെയാണ്, മേഘത്തിൻ്റെ മുകളിലുള്ള വായു. ഇവിടുന്ന് മേഘം വരെയുള്ള ഡിസ്റ്റൻസിലുള്ള വായു, ആ ഏരിയയിലുള്ള വായു ഈസ് കോൾഡ് ആവഹം. മേഘത്തിൻ്റെയും സൂര്യൻ്റെയും ഇടയ്ക്കുള്ള വായു ഈസ് കോൾഡ് പ്രവഹം. പ്രോബബ്ലി നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ആവഹം കഴിഞ്ഞ് പ്രവഹത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ, അവിടെ അങ്ങോട്ട് കിടക്കില്ല നമ്മൾ. മനസ്സിലായില്ലേ? അൺലെസ് യു ഗോ ടു ദി ഫെർദർ സ്പേസ്. അപ്പം അത് പ്രവഹം. സൂര്യനും ചന്ദ്രനും ഇടയ്ക്കുള്ളത് അനുവഹം. അവിടെയാണ് നമ്മൾ എത്തുക. ചിലപ്പോൾ ഈ എസ്ട്രോണോട്ട്സ് ഒക്കെ അവിടെയാണ് പോവുക. മനസ്സിലായില്ലേ? ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഇടയ്ക്കുള്ള വായുവിനെയാണ് സംവഹം എന്ന് പറയുന്നത്. ഗ്രഹങ്ങളും നവഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വായുവാണ് വിവഹം എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്കും സപ്തഋഷികൾക്കും ഉള്ളതാണ് പരാവഹം. സപ്തഋഷികൾക്കും ധ്രുവനും ഉള്ളതാണ് പരിവഹം. സപ്തഋഷികൾ, ധ്രുവൻ എന്നൊക്കെ പറയുന്നത് പുരാണിക് ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊക്കെ മോഡേൺ ആസ്ട്രോണോമിക്സ് സയൻസിൽ അതിൻ്റെയൊക്കെ നിർവചനങ്ങളും അതിൻ്റെയൊക്കെ വാലിഡിറ്റിയും തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ എനിക്കറിയാം ഈ 7 കാറ്റഗറി മരുത്തുക്കൾ എന്നുള്ളത് 7 അവരുടെ വായുവിൻ്റെ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ചിട്ടാണ്. അതായത് ഓരോ മണ്ഡലത്തിലും, അതായത് ഇപ്പോൾ ഭൂമിക്കും മേഘത്തിനും ഇടയിലുള്ള ഒരു മണ്ഡലം, മേഘത്തിനും സൂര്യൻ്റെ ഇടയ്ക്കുള്ള ഒരു മണ്ഡലം, സൂര്യനും ചന്ദ്രനും ഇടയ്ക്കുള്ള ഒരു മണ്ഡലം, ചന്ദ്രനും നക്ഷത്രത്തിനും ഇടയ്ക്കുള്ള മണ്ഡലം, നക്ഷത്രം ഗ്രഹങ്ങൾക്കുള്ളൊരു മണ്ഡലം, ഗ്രഹങ്ങൾക്കും സപ്തഋഷികൾക്കുള്ള മണ്ഡലം, സപ്തഋഷികൾക്കും ധ്രുവനുമുള്ള മണ്ഡലം. ഇതൊക്കെ വ്യത്യസ്ത മണ്ഡലങ്ങളാണ്. അത് ലാറ്ററലായിരിക്കാം, വെർട്ടിക്കലായിരിക്കാം, എന്തോ ആവട്ടെ. അപ്പോൾ ഓരോ മണ്ഡലത്തിലും അതാത് മരുത്തിൻ്റെ സ്വഭാവ വ്യത്യാസമുള്ളതാണ് ആ പ്രദേശത്തുള്ള സൃഷ്ടികൾക്ക് അനുകൂലമാകുന്നതും ഗുണമായിരിക്കുന്നതും. ഓരോരോ കാറ്റഗറിയിലും ഉള്ള ജീവജാലങ്ങളുണ്ടല്ലോ. മനുഷ്യന്മാരായിക്കൊള്ളുന്നില്ല, സസ്യജാതികളുണ്ടാവാം, പക്ഷിമൃഗാദികളുണ്ടാവാം, എന്തെല്ലാം ജീവികളുണ്ടാവാം. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തെല്ലാം ചെറിയ ചെറിയ മൈക്രോബ്സ് ഉണ്ടാവാം. ചെടികളുണ്ടാവാം, അല്ലേ? ഓരോ അന്തരീക്ഷത്തിൽ. അപ്പം അതിനനുസരിച്ച് അവിടെയുള്ള ജീവികൾക്ക് ജീവിക്കാൻ വേണ്ട വായുവിലുള്ള ഗുണം അതാത് മണ്ഡലത്തിലുള്ള ആവഹോ, പ്രവഹോ, അനുവഹോ, സംവഹോ, വിവഹോ, പരാവഹോ, പരിവഹോ ഒക്കെ അതതിനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായുവിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങളെല്ലാം ആവഹത്തിലുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ഗുണങ്ങൾ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല പ്രവഹത്തിൽ, അതിൻ്റെ മേഘത്തിൻ്റെയും സൂര്യൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എയർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആക്കണം. വെലോസിറ്റി ഓരോന്നിൻ്റെയും
എന്താ പറയുക, വായുവിൻ്റെ വെലോസിറ്റി, ശക്തി, ഗന്ധം, ഘനം, എക്സെട്ര അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഓരോരോ ലെയറിലുള്ള ഓരോരോ മണ്ഡലത്തിലുള്ള മരുത്തിന് അല്ലെങ്കിൽ വായുവിന് അതാത് ഗുണമാണല്ലോ ഉണ്ടാവുക. വെലോസിറ്റി വേറെയാവും. ഇപ്പം എന്തിനാ നമ്മൾ മലയുടെ മുകളിൽ തന്നെ കയറുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ, വ്യത്യാസമില്ലേ നമുക്ക്. ഹിമാലയ ശിഖരങ്ങളിലുള്ള വായുവിന് സാധാരണ ഭൂമി തലത്തിലുള്ള വായുവിനും വ്യത്യാസമില്ലേ? 35,000 അടി പൊക്കത്തിൽ പോണ ആ മേഖലയിലെ വായുഗുണത്തിന് വ്യത്യാസമില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണല്ലോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എയർ ടൈറ്റ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലിരിക്കണ ആ കംപ്രസ്ഡ് എയർ നമുക്ക് കിട്ടുന്നു. പുറത്തുള്ള എയർ നമുക്ക് ബന്ധമില്ല. അവിടെ എന്താ നടക്കണമെന്ന് പോലും നമുക്കറിയില്ല. ഏതൊക്കെ രീതിയിലാണ് അവിടെ, എത്ര എത്ര ശൈത്യമുണ്ട്, എന്താ അവിടുത്തെ ടെമ്പറേച്ചർ. ഏതായാലും നമ്മുടെ ഒന്നും റൂം ടെമ്പറേച്ചർ ആവില്ല അവിടുത്തെ ടെമ്പറേച്ചർ. അവിടുത്തെ ശീത പാദം തപ്പം എന്താണ് സഹിക്കാനായിട്ടുള്ള അവിടുത്തെ ജീവികൾക്ക് എത്ര വരെ ശക്തിയുണ്ട്, എത്ര -ഡിഗ്രിയിലാവാം, ആ വായുവിൽ നിന്ന് കിട്ടുന്ന രസങ്ങൾ എന്തൊക്കെയാണ്, നമുക്കത് പോയ്സൺ ആണോ, നമുക്കത് നല്ലതാണോ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആസ് വി ഗോ അപ്പ്, പൊക്കത്തിൽ പോകുന്തോറും നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മൾ കാണുന്ന കാര്യമാണ്, മേഘങ്ങൾക്ക് അല്ലെങ്കിൽ വായുവിന് കനം കുറഞ്ഞിരിക്കും, വായുവിൻ്റെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കും, കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും, കണ്ടാമിനേഷൻ ഉണ്ടാവില്ല, പൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പം അങ്ങോട്ടൊന്നും ഈ മറ്റേ എന്താ പറയുക, മറ്റേ ആവഹം വിട്ടിട്ട് പ്രവഹവും അനവഹവും അങ്ങേയറ്റം വരെ പരിവഹത്തിലേക്കൊന്നും നമ്മൾ പോയില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമുണ്ട്. മൂകാംബി പോകുമ്പോൾ പല ആൾക്കാരും കുടജാദ്രി പോയിട്ടുണ്ടാവില്ലേ? അവിടെ ഒന്ന് പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ, വായുവിൻ്റെ വ്യത്യാസം കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരാൻ തോന്നില്ല, അത്രയ്ക്ക് ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ. ഈവൻ ഉച്ചയ്ക്ക് 12 മണിക്ക് പോലും ഒരു പ്രശ്നവുമില്ല, ചൂടെന്ന് പറയുന്നത് അറിയില്ല. അന്തരീക്ഷം അങ്ങനെയാണ്. അപ്പോൾ ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ ഈയിടെ നടത്തിയിട്ടുണ്ട്. പല റിസർച്ച് പേപ്പറുകളും ബുക്കുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കോമൺ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് എയർ ക്വാളിറ്റി അറ്റ് ഡിഫറെൻ്റ് ആൾട്ടിറ്റ്യൂഡ്സ് ഫ്രം മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം മെഷർമെൻറ്റ്സ്. ഇതാണ് തീം. കഴിഞ്ഞൊരു 10-100 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് എസ്ട്രോണോട്ടിക്കലോ ഫീൽഡിൽ വളരെയധികം എസ്ട്രോണോട്ടിക്കൽ ഫീൽഡിൽ വളരെയധികം റിസർച്ച് നടന്നിട്ടുള്ളൊരു ഏരിയയാണ് ഈ വായുവിൻ്റെ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് ഡിഫറെൻ്റ് ആൾട്ടിറ്റ്യൂഡ്സ്, മൾട്ടിപ്പിൾ ഫോം ഓഫ് മെഷർമെൻറ്റ്സ്. വായുവിനെ നമ്മൾ എങ്ങനെയാണ്, ഇവിടുത്തെ PSI ആണോ അവിടെ PSI കണക്കാക്കുക. അപ്പോൾ ഓരോരോ വിവിധ തലത്തിലുള്ള ഉയരങ്ങളിൽ കാണുന്ന സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ആവശ്യമായ വായു കുമാരസംഭവത്തിൽ കാളിദാസൻ ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ ഓരോരോ 1000 അടി കയറുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വായുവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസങ്ങൾ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അവിടെ കാണുന്ന സസ്യലതാദികൾ ഏത് തരത്തിലുള്ളതാണ്, ഏതൊക്കെ ജന്തുക്കളാണ്, മൃഗങ്ങളാണ് അവിടെ ഉണ്ടാവുക, ഏതൊക്കെ തരത്തിലുള്ള സൃഷ്ടികളാണ് അവിടെ ഉണ്ടാവുക. ഒരു 10-15 ശ്ലോകത്തിൽ അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. നോക്കൂ, എന്തൊരു കാഴ്ചപ്പാടാണ് നോക്കൂ. അദ്ദേഹം അവിടെ പോയിട്ടല്ലല്ലോ. അപ്പോൾ
അപ്പോൾ അതുകൊണ്ടാണ് വായു വ്യത്യസ്ത തലങ്ങളിലെ വായു അതോ വായു വാഹനം എന്ന് പറയാൻ കാരണം ഓരോരോ തലത്തിലുള്ള വായു അതാത് തലത്തിലേക്ക് ആവശ്യമുള്ള ശക്തി ആ വായുവിന് കൊടുത്ത് ഇവിടെ കൊടുക്കേണ്ട വായുവിൻ്റെ ക്വാളിറ്റി അല്ല എന്താ പറയുക പ്രവഹം വായുവിനുള്ള അവഹം വായുവിൻ്റെ ക്വാളിറ്റി അല്ല പ്രവഹം വായുവിന്, പ്രവഹം വായുവിൻ്റെ ക്വാളിറ്റി അല്ല അനുവഹം വായുവിന്, അനുവഹത്തിൻ്റെ ക്വാളിറ്റി അല്ല സംവഹത്തിന്, സംവഹത്തിൻ്റെ ക്വാളിറ്റി അല്ല വിവഹത്തിന്, വിവഹത്തിൻ്റെ ക്വാളിറ്റി അല്ല പരാവഹത്തിന്, പരാവഹത്തിൻ്റെ ക്വാളിറ്റി അല്ല പരിവഹത്തിന്. പരിവഹമൊക്കെ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് നമുക്കറിയില്ല. സപ്തഋഷികൾക്കും ധ്രുവനും ഇടയ്ക്ക് ആലോചിച്ച് നോക്കിക്കോളൂ എവിടെ എത്തിയെന്ന്. അപ്പം ഇതിനെല്ലാം ചൈതന്യം നൽകുന്നത് ആരാ? വിവിധ വിവിധ മേഖലകളിലുള്ള വായുവിന് വിവിധ രീതിയിലുള്ള ഗുണങ്ങളും തരങ്ങളും അതിൻ്റെ വെലോസിറ്റിയും അതിൻ്റെ ശക്തിയും അതിൻ്റെ ഗുണവും അതിൻ്റെ ഘനവും അതിൻ്റെ മെഷർമെൻറ്റ് ഇതെല്ലാം ആരാ കൊടുക്കുന്നത്? ഇതൊക്കെ എവിടുന്ന് ഉണ്ടായത്? ഇറ്റ് കനോട്ട് ബി അക്വയർഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലേ? ചൈതന്യം വേണ്ട അതിൻ്റെ പിന്നിൽ. ആലോചിച്ച് നോക്കി അറിയില്ലേ നമുക്ക്. അതുകൊണ്ടാണ് ഭഗവാനെ വായു വാഹന എന്ന് പറയുന്നത്. പിന്നെ വായു വഴി സഞ്ചരിക്കുന്നവൻ. പുരാണങ്ങളിൽ നമുക്ക് ഗജേന്ദ്രമോക്ഷ സമയത്ത് ഒരു ഭാഗത്ത് അദ്ദേഹം ഗജേന്ദ്രമോക്ഷം ആ മുഹൂർത്തത്തിന് സമയത്ത് അവിടെ എത്താൻ ഗരുഡൻ്റെ മുകളിൽ പോയാൽ മതിയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഗരുഡന് സ്പീഡ് കുറവായാലോ, നേരത്തെ സമയത്തിന് എത്താൻ പറ്റിയില്ലെങ്കിലോ, പങ്ക്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഗരുഡനെ വിട്ടിട്ട് കുറച്ച് ദൂരം വായു ആയിട്ട് പോയി എന്നാണ്. വായുവാഹനൻ, അങ്ങനെ ഒരു വായുവാഹനൻ എന്നുള്ള പേര് ഭഗവാന് വന്നിട്ടുണ്ടെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു 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 കഥ പറയുന്നുണ്ട്. അങ്ങനൊരു ഏരിയ പറയുന്നുണ്ട്, ഐതിഹ്യമുണ്ട്. അങ്ങനെ വായുവാഹനൻ എന്നുള്ള പേരായി അർത്ഥം. അപ്പോൾ ആ നാമം നമുക്ക് അവിടെ നിർത്താം. കൂടുതലായിട്ട് നമുക്ക് വായുവിനെ കുറിച്ച് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ഇതൊരു സയൻറ്റിഫിക് സബ്ജക്റ്റാണ്. ഇത്രയും സപ്തമരുത്തുക്കളെ കുറിച്ച് സയൻറ്റിഫിക് ടെമ്പറുള്ളവർ പഠിക്കേണ്ടതാണ്. അവർ പഠിച്ചാൽ നമുക്ക് ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ചും ഭഗവാന്റെ ആ ഒരു മഹിമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. നമുക്ക് അതിനുള്ള ഒരുപാട് സയൻറ്റിഫിക് ആർട്ടിക്കിൾസും ബുക്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അത്ര അധികം അതിൽ റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേങ്കിലും ഒരു പൊതുവിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. അതിന് താല്പര്യമുള്ളവർക്ക് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാം. ഓക്കെ, ഇനി അടുത്ത നാമം 332 വാസുദേവ. വാസുദേവ എന്നുള്ളതിനെ 4-5 അർത്ഥം പറയുന്നുണ്ട്. അതിനകത്തൊരു ആ ഒരു പേഴ്സണാലിറ്റി പോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥവും. ആ ഒരു കുണ്ടാമുണ്ടി പിടിച്ചൊരു നാമാണത്. പല രീതിയിൽ അർത്ഥം പറയുന്നുണ്ട്. 4-5 രീതിയിൽ വാസുദേവന് അർത്ഥം പറയുന്നുണ്ട്. ഒന്ന് പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവത്തക്ക രീതിയിൽ വസുദേവപുത്രൻ, വാസുദേവൻ. രണ്ടാമത്തെ അർത്ഥം ഈ ചതുർവ്യൂഹത്തിൻ്റെ നായകൻ വാസുദേവൻ. നമുക്ക് നോക്കാം എന്താ ചതുർവ്യൂഹമൊക്കെ എന്നുള്ളത്. മൂന്നാമത്തെ അർത്ഥം എല്ലാ സൃഷ്ടികളിലും ഭഗവാന്റെ സാന്നിധ്യമുള്ള കാരണം വാസുദേവൻ, വസിക്കുന്നവൻ വാസുദേവൻ, എല്ലാറ്റിലും വസിക്കുന്നവൻ വാസുദേവൻ, എല്ലാറ്റിലും സാന്നിധ്യമുള്ളവൻ വാസുദേവൻ. എല്ലാ സൃഷ്ടികളും തന്നിൽ വസിക്കുന്നത് കൊണ്ട് വാസുദേവൻ, അങ്ങനെയാവാം വാസുദേവൻ. അവസാനമായിട്ട് മായ കൊണ്ട് മറയ്ക്കുന്നവൻ വാസുദേവൻ. വസു എന്ന് വെച്ചാൽ മായ എന്നുള്ളൊരു അർത്ഥമുണ്ട്. മായയുടെ ദേവൻ വാസുദേവൻ. മമ മായാ ദുരത്യയ എന്നല്ലേ, മമ മായ, എൻ്റെ മായയാണ്. അതുകൊണ്ട് മായയുടെ ദേവനാണ് അർത്ഥം. വസുവിൻ്റെ ദേവനാണ് വാസുദേവൻ. ഇതിൽ ആദ്യത്തെ വാസുദേവപുത്രൻ നമുക്കെല്ലാവർക്കും പരിചിതനാണ്, കുഴപ്പമില്ല.
വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അല്ലേ? നമുക്കറിയാം, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. വസുദേവൻ്റെ മകനായിട്ട് ജനിച്ചതും പിന്നെ അവിടുന്ന് മുതൽ കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ അതൊക്കെ നമുക്കറിയാം, ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പേരിന് യാതൊരു സംശയമില്ല. വസുദേവനിൽ ജനിച്ചതുകൊണ്ട് വാസുദേവൻ. അത് കൂടുതൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ചതുർവ്യൂഹത്തിൻ്റെ നായകനാണ് വാസുദേവൻ എന്ന് പറയും. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ പ്രക്രിയ മുടങ്ങാതെ നടക്കണമല്ലോ. മുടങ്ങാതെ നടന്നാൽ പോരാ, അതിന് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക പാറ്റേണിൽ പോണത് ഉണ്ട്. എപ്പോഴെങ്കിലും സൃഷ്ടി നടത്തുക, എപ്പോഴെങ്കിലും സ്ഥിതി നടത്തുക, എപ്പോഴെങ്കിലും സംഹാരം നടത്തുക, അങ്ങനെ താന്തോന്നിത്തായാൽ പറ്റില്ലല്ലോ. മാറ്റമാണല്ലോ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന മാറ്റമാണല്ലോ. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുന്നത് ആ ചേഞ്ചിന് ഒരു റിതം വേണം. ഒന്ന് ചേഞ്ച് ആയാൽ മറ്റതിലേക്ക് പ്രവേശിക്കാൻ അവിടെ റെഡി ആയിട്ട് സംതിങ് ആക്സെപ്റ്റഡ് നിൽക്കണം. അവിടെ ഒന്നും വൈകാൻ പാടില്ല. ഒക്കെ റിലേ റേസ് പോലെ കണക്റ്റഡാണ്, ഒന്നിനോടൊന്ന് കണക്റ്റഡാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ വൈകി കഴിഞ്ഞാൽ എല്ലാ ട്രെയിനും വൈകും, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു എന്താ പറയുക, പങ്ക്ച്വാലിറ്റി ഇല്ലായ്മ ഒന്നും പറ്റില്ല. അത് മുടങ്ങാണ്ട് നടക്കണം. അപ്പോൾ ഈ പ്രക്രിയ മുടങ്ങാണ്ട് നടക്കണമെങ്കിൽ അതിനെ പ്രത്യേകിച്ചായിട്ടൊരു സൂപ്പർവിഷൻ വേണം, അതിനൊരു ശക്തി വേണം. ഇല്ലേ? ഒരു പ്രത്യേക ശക്തി അതിന് വേണം. എന്തിന്? ഈ മെക്കാനിസം മെക്കാനിക്കലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ, ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 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 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ സൃഷ്ടിച്ചു, അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ. അതിൻ്റെ പേര് ചതുർവ്യൂഹ. 4 ദിക്കിലും. വ്യൂഹം മീൻസ് ഫോർമേഷൻ. വ്യൂഹം മീൻസ് ഫോർമേഷൻ. ചതുർവ്യൂഹം എന്ന് വെച്ചെങ്കിൽ ഫോർമേഷൻ വിത്ത് 4 സൈഡ്സ്. ആ 4 ദിക്കുകളിലും ഓരോരുത്തരെ സ്റ്റേഷനുണ്ട്, ഉറപ്പിച്ചു. അവർക്ക് ഓരോ പേരുകൾ കൊടുത്തു. 4 കുട്ടി ദൈവങ്ങളെ അവിടെ സെറ്റപ്പ് ചെയ്തു. വാസുദേവൻ, പ്രത്യുത്മൻ, അനിരുദ്ധൻ, സംഘർഷണൻ. ഇതിൽ പ്രത്യുത്മൻ അനിരുദ്ധനൊക്കെ ഭഗവാന്റെ ലീനിയേജ് തന്നെയാണ്. ഇതെല്ലാം ഭഗവാന്റെ മാനസിക സൃഷ്ടികൾ തന്നെയാണ് അതൊക്കെ. അതിലൊന്ന് വാസുദേവൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അംശം തന്നെ അങ്ങോട്ട് പോന്ന് നിൽക്കുകയാണ്. ഈ ചതുർവ്യൂഹം ഫോർമേഷൻ എന്ത് പർപ്പസിന് വേണ്ടിയിട്ട്? സൃഷ്ടി സ്ഥിതി സംഹാരം നിലനിർത്താൻ വേണ്ടിയിട്ട്. അവർക്ക് വേറെ ഒരു പണിയില്ല, ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് വാസുദേവനാണ് അതിൻ്റെ ലീഡർ. കാരണം ഇതാണ് ഈ സൃഷ്ടിയിലെ മെയിൻ ആധാരം. ഈ സൃഷ്ടി സ്ഥിതി ലയം ഒരു യൂണിഫോമായിട്ട് മെക്കാനിക്കലായിട്ട് ആരുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ അതാത് സമയത്ത് പങ്ക്ച്വലായിട്ട് സൃഷ്ടി നടക്കേണ്ട സമയത്ത് സൃഷ്ടി നടക്കുക, അത് സംഭരിക്കേണ്ട സമയത്ത് സംഭരിക്കുക. കണ്ടിന്യൂസ് ചേഞ്ച് മസ്റ്റ് ടേക്ക് പ്ലേസ്. എന്നാൽ മാത്രമേ ഈ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. ഒരു റിതം വേണം അതിന്, ഒരു താളം വേണം. നമുക്കത് അറിയുമായിരിക്കില്ല ആ താളം. അപ്പം ആ താളം സൃഷ്ടിസ്ഥിതി ലയം നിലനിർത്താനായിട്ട് ഒരു താളം തെറ്റിയാൽ പിന്നെ അത് അവതാളാവും, ലോകം മുഴുവൻ അവതാളാവും. നിങ്ങളുടെയും എൻ്റെയും കാര്യം മാത്രമല്ല പറഞ്ഞത്, വി ആർ ടോക്കിംഗ് ഓഫ് ദി ഹോൾ യൂണിവേഴ്സ്. ഈ ലോകത്തിൻ്റെ കാര്യമല്ല, ടോട്ടൽ യൂണിവേഴ്സ്. ഇത് ഗാനം സിനിമയിലെ ഒരു പാട്ടുണ്ട്, 2 വരി. താരാപഥത്തെ നയിക്കുമീ താളം സത്യമായി തുടിപ്പൂ
പരമാണുവിലും. നല്ലൊരു പാട്ടാണ് അതല്ലേ. താരാപഥത്തെ നയിക്കുമീ താളം. ഇത് റിതമുണ്ടല്ലോ താരാപഥത്തെ നയിക്കുന്നത്. ദി എൻറ്റയർ കോസ്മോസ് ഈസ് ബീങ് ലെഡ് or is being conducted by this താളം, താളാപഥത്തെ, താരാപഥത്തെ, മിൽക്കി വേ, താരാപഥം. അതിന് നയിക്കുന്ന ഈ താളം എന്താ? താളം സത്യമായി, സത്യമാണത്, ഭഗവാന്റെ സ്വരൂപമാണത്, ഭഗവാന്റെ അനുഗ്രഹമാണത്. സത്യമായി തുടിപ്പൂ. ഈ ലോകത്തിലെ സൃഷ്ടിയിലെ ഈ താരാപഥത്തിലുള്ള ഓരോ അണുവിലും ഈ ഹൃദയം തുടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എവിടെങ്കിലും ഒരു ഭഗവാൻ ഒരു വരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ അത് എൻ്റെ സൃഷ്ടിയിലേക്ക് ആ ടച്ചിൻ്റെ എഫക്റ്റ് എത്തും. ചെറിയൊരു മുട്ടുസൂചി കൊണ്ട് കാലിൻ്റെ ചെറുവരലിൻ്റെ തുമ്പത്ത് ഒന്ന് ടക്കെന്ന് തട്ടി നോക്കുക, ആ വേദന എവിടെ എത്തും? ആ വരലിന് മാത്രമേ ഉള്ളൂ വേദന. അപ്പം തലയിൽ കൈ വയ്ക്കില്ല, ഔ എന്ത് വേദനയാണ്. അപ്പം അടിമുടി എത്തും ആ ഇഫക്റ്റ് ഓഫ് ദാറ്റ് പിൻ ബ്രിക്ക്. മനസ്സിലായില്ലേ? അതുപോലെ കുട്ടികളെ നമ്മൾ ഇക്കിളിയാക്കുക. പെട്ടെന്ന് എവിടെയെങ്കിലും തൊട്ട് ഇക്കിളിയാക്കി കഴുത്തിൻ്റെ അടിയിലോ കാലിൻ്റെ അടിയിലൊക്കെ തൊട്ടൊന്ന് ഇക്കിളിയാക്കി വിചാരിക്കുക. ആ ഇക്കിളി എവിടെ ഉണ്ടാവും? അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? നോ, ഇറ്റ് പെർമിയേറ്റ്സ് ടോപ്പ് ടു ബോട്ടം. അതുപോലെ ഭഗവാൻ ഒരു റിതം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റിതം, ആ താളം സത്യസ്വരൂപമായിട്ട്, ഭഗവാന്റെ സ്വരൂപമായിട്ട് എല്ലാ ദിക്കിലും ഉണ്ടാവുക. അതാണ് പറഞ്ഞത്, സത്യമായി തുടിപ്പൂ പരമാണുവിലും, ഈവൻ ഇൻ ദി സ്മോളസ്റ്റ് പാർട്ടിക്കൽ ഓഫ് ആറ്റം തുടിക്കുന്നു പറയണം. അപ്പം അങ്ങനെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ചതുർവ്യൂഹം എന്ന് പറഞ്ഞ ഒരു ഫോർമേഷൻ ഭഗവാൻ ക്രിയേറ്റ് ചെയ്ത് അതിന് 4 കുട്ടിദൈവങ്ങളെ കാവൽ വെച്ച് അതിൽ ഒരാളുടെ പേര് വാസുദേവനായതുകൊണ്ട് അത് ഭഗവാന്റെ അംശം തന്നെ ആയതും, എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്, പക്ഷേ പേരും കൂടി അദ്ദേഹം ഇട്ടു, മാറിപ്പോണ്ടെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് ഭഗവാൻ ഈസ് നോൺ ആസ് വാസുദേവൻ, അങ്ങനെ അർത്ഥം പറയുന്നത്. മൂന്നാമത്തെ അർത്ഥം എല്ലാ സൃഷ്ടികളും തന്നിൽ വസിക്കുന്നവൻ. മത്സ്ഥാനി സർവഭൂതാനി, അല്ല എല്ലാ സൃഷ്ടികളിലും സാന്നിധ്യമുള്ളവൻ, അതല്ല നാലാമത്തേത്. ഇപ്പോൾ പറയുന്നത് എല്ലാ സൃഷ്ടികളിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. പ്രാണി വസിക്കുന്ന ദേവൻ വാസുദേവൻ. വസു എന്ന് വെച്ചെങ്കിൽ പ്രാണി. ആ പ്രാണികളിൽ വസിക്കുന്നവൻ, ആ പ്രാണികളിൽ വസിക്കുന്ന ദേവൻ വാസുദേവൻ, പ്രകാശിക്കുന്നവൻ എന്നർത്ഥം. ദാറ്റ് വിച്ച് enlightens in all inert matters. എല്ലാ ജഡപദാർത്ഥത്തിലും പ്രാണരൂപത്തിൽ വന്ന് വസിക്കുന്നത് കൊണ്ട് വാസുദേവൻ എന്ന് പറയുന്നു. കോൺവേഴ്സ്ലി നാലാമത്തെ, എല്ലാ സൃഷ്ടികളിലും എല്ലാ സൃഷ്ടികളും തന്നിൽ വസിക്കുന്നത് കൊണ്ട് വാസുദേവൻ, അങ്ങനെ അർത്ഥം വരുന്നുണ്ട്. മത്സ്ഥാനി സർവഭൂതാനി എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ? പ്രളയ സമയത്ത് എല്ലാ സ്ഥൂല ശരീരവും സൂക്ഷ്മമായി മാറുന്നു. അപ്പം എല്ലാ സൃഷ്ടികളും എവിടേക്കാണ് പോകുന്നത്? എവിടെ ലയനം കൊള്ളുന്നത്? ഭഗവാനിൽ തന്നെ. തിരമാലകൾ എവിടെ ഫ്ലോട്ട് ചെയ്യണം? സമുദ്രത്തിൽ. അതുകൊണ്ട് ഭഗവാനെ വാസുദേവൻ എന്ന് പറയുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കാം. വാസുദേവ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ. ഭഗവാൻ സൃഷ്ടികളിൽ സാന്നിധ്യമുള്ളത് കൊണ്ടും
ഈ സൃഷ്ടികളെല്ലാം ഭഗവാനിൽ വിലയം ചെയ്യുന്നത് കൊണ്ടും രണ്ട് രീതിയിലും വാസുദേവൻ തന്നെയാണ്. നാലാമത്തെ കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു വേറൊരർത്ഥം, വസു എന്ന് വെച്ചെങ്കിൽ മായ എന്നൊരർത്ഥമുണ്ട്. ഇപ്പോൾ വസുദേവൻ എന്ന് വെച്ചെങ്കിൽ മായ കൊണ്ട് മറയ്ക്കപ്പെടുന്നവൻ, മായയാൽ എല്ലാ സൃഷ്ടികളെയും മറയ്ക്കപ്പെടുന്നവൻ, മായയുടെ ദേവൻ, തൻ്റെ അധിഷ്ഠാനത്തിൽ നിൽക്കുന്ന അവനായത് വസു. ആ വസുവിൻ്റെ ദേവൻ ഈസ് വസുദേവൻ, വാസുദേവൻ. നമ്മളെല്ലാവരും മായ കൊണ്ട് മറയ്ക്കപ്പെട്ടവരല്ലേ, മായ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവരല്ലേ നമ്മൾ. സത്യം നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അറിയാൻ പറ്റുന്നില്ലല്ലോ. ബ്രഹ്മസത്യം എന്ന സൂത്രവാക്യം, ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മസത്യം എന്നുള്ളൊരു വാക്യം ഉണ്ടല്ലോ, ആ വാക്യം മായ കൊണ്ട് നമ്മളെ ആവരണം ചെയ്യുന്നു. മായ മീൻസ് അജ്ഞാനം, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആ ബ്രഹ്മമാണ് സത്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സത്യം എന്താ? ഈ ശരീരം, ഈ മനസ്സ്, ഈ ബുദ്ധി, ഈ വീട്, ഈ ഭാര്യ, ഈ കുട്ടികൾ, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം. അതൊക്കെ മിഥ്യയാണ്. സത്യത്തിൻ്റെ മുകളിൽ ആവരണം ചെയ്യപ്പെട്ടവയാണ് അതൊക്കെ എന്ന് ബ്രഹ്മസത്യം എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നില്ല മായ കൊണ്ട്. വസനാത് സർവഭൂതാനാം വസുത്വാത് ദേവയോനിഷു, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നത് കൊണ്ടും എല്ലാ ദേവന്മാർക്കും ഉത്ഭവസ്ഥാനമായതുകൊണ്ടും വാസുദേവ തഥോജ്ഞേയോ യോഗിഭിർ തത്വദർശിഭി, യോഗികളും തത്വദർശികളും എന്നെ വാസുദേവൻ, അദ്ദേഹത്തിനെ വാസുദേവൻ എന്ന് പറയുന്നു എന്നാണ് മഹാഭാരതം ഉദ്യോഗപർവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് പറയണം തന്നത്. ഈ ജഗത്തിലുള്ള എല്ലാറ്റിനെയും മൂടുന്നതിനാലും, മായ കൊണ്ട് മൂടുന്നതിനാലും, വസനാത്, വസന മീൻസ് പുതപ്പിക്കുക, വസ്ത്രം അണിയിക്കുക, പുതപ്പിക്കുക. വസനാത് വാസാംസി ജീർണാനി എന്ന് പറയില്ലേ, അപ്പോൾ വസനം എന്ന് വെച്ചെങ്കിൽ വസ്ത്രം. വസനാത് സർവഭൂതാനാം, ജഗത്തിലുള്ള എല്ലാത്തിനെയും മൂടുന്നതിനാലും, വസുത്യാത് ദേവയോനിഷു, എല്ലാ ദേവന്മാർക്കും, ഓൾ ഇല്ലുമിനേറ്റേഴ്സ്, സകല ദേവന്മാരും 33 മുക്കോടി ദേവകൾക്കും ഉത്ഭവസ്ഥാനമായതുകൊണ്ടും അവരെല്ലാം ഇവിടുന്ന് ഉത്ഭവിക്കുന്ന ഭഗവാനിൽ നിന്ന് തന്നെ. ഭഗവാന്റെ ഇച്ഛാശക്തിയല്ലേ ഇവർക്ക് ക്രിയാശക്തിയായിട്ട് മാറിപ്പോണത് അല്ലേ? അതുകൊണ്ട് ഭഗവാനെ വാസുദേവൻ എന്നറിയണം. ആര്? യോഗികളും യോഗിഭിർ തത്വദർശിഭി. ആ ഭാഗത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇത് ഒരു രാജാവിന് ഒരു മഹർഷി പറഞ്ഞു കൊടുക്കണതാണ്. അതേ ഉദ്യോഗപർവത്തിൽ അവിടെ അടുത്ത് തന്നെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വാസുദേവനാണ് എന്ന്. സെൽഫ് ഡിക്ലറേഷൻ എഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്, സോൺ ഇൻ എഫിഡവിറ്റ്, ഞാനാണ് വാസുദേവൻ എന്ന്. വിശ്വം വസിപ്പൊൻ വസുവും ദേവയോനിഷുമാകയാൽ വാസുദേവാഖ്യനെന്നോതും യോഗിയും തത്വദർശിയും. യോഗികളും തത്വദർശികളും അങ്ങനെ പറയുന്നു. ഭഗവാൻ പറയണത് എന്താ? ക്ഷാദയാമി ജഗത് സർവം, ഈ ജഗത്ത് മുഴുവൻ ഭൂത്വാ സൂര്യ യുവാംശുഭി, സൂര്യൻ്റെ അംശുവായിട്ട്, സൂര്യൻ്റെ കിരണങ്ങളായിട്ട്, ഛാദയാമി ജഗത് സർവം, ഈ ജഗത്തിനെ മുഴുവൻ ഞാൻ മറയ്ക്കുന്നു. ഛായ ഉണ്ടാക്കുന്നു, മൂടല ഉണ്ടാക്കുന്നു, മറയ്ക്കുന്നു അല്ലെങ്കിൽ നിറയ്ക്കുന്നു. സൂര്യഭഗവാനായി അവതരിച്ച് ആ സൂര്യഭഗവാന്റെ കിരണങ്ങളെ കൊണ്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കിരണങ്ങൾ തന്നെ എന്താ ഞാൻ ചെയ്യണ? ഛാദയാമി, ഞാൻ, മീ,
ജഗത് സർവം, ജഗത്തിനെ മുഴുവൻ ഞാൻ മറയ്ക്കുന്നു. എല്ലാ ജഗത്തിനെയും ഞാൻ ഛായ ഉണ്ടാക്കുന്നു, ഛായയാക്കി മാറ്റുന്നു, മറയ്ക്കുന്നു. എന്തുകൊണ്ട്? ഭൂത്വാ സൂര്യ ഇവം ശുഭി, സൂര്യൻ്റെ അംശുകാരണം. ചന്ദ്രാംശുർ ഭാസ്കര ദ്വിജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ലളിത സഹസ്രനാമത്തിൽ? ഇതിൽ തന്നെയല്ലേ? ഇതിൽ തന്നെ സഹസ്രനാമത്തിൽ തന്നെ ചന്ദ്രാംശുർ ഭാസ്കര ദ്വിതി. ലളിതല്ല, വിഷ്ണുവിൻ്റെ അത്. അപ്പോൾ ചന്ദ്രാംശു ഭാസ്കരദ്യുതി. അപ്പോൾ ഭാസ്കരൻ്റെ ദ്യുതിയായിട്ട്, ഭാസ്കരൻ്റെ രശ്മികളായിട്ട് ഞാൻ ഈ ലോകത്തിനെ മുഴുവൻ നിറയ്ക്കുന്നു അഥവാ മറയ്ക്കുന്നു. സർവഭൂതാദിവാസശ്ച, എല്ലാ ഭൂതങ്ങളിലും ഞാൻ വസിക്കുന്നത്. കാരണം വാസുദേവ തദത് സ്മൃത, ഞാൻ വാസുദേവനാണെന്ന് മനസ്സിലാക്കിയാലും. അപ്പം ഞാൻ സൂര്യനായി ഭവിച്ചിട്ട് അതിൻ്റെ രശ്മികളെയൊക്കെ, ഈ ജഗത്ത് ഒക്കെ ഞാൻ മറയ്ക്കുന്നു രശ്മികളെ കൊണ്ട്. ജഗത്തൊക്കെ ഞാൻ നിറയ്ക്കുന്നു. ആകെ ഒരു മറ. ശരിക്കും ആ സത്യം കണ്ട് മനസ്സിലാവണില്ല നമുക്ക്. അല്ല, അങ്ങനെയല്ലേ നമുക്ക് പറ്റുന്നത്? എന്തോ ഒരു സൂപ്പർ ഇമ്പോസിഷൻ, എന്തോ ഒരു ആവരണം, ഒരു ആവരണാംശുകം, എന്തോ ഒരു കാര്യത്തിനെ മറച്ചു പിടിക്കുന്നു. ഹിരൺമയേണ പാത്രേണ, ഉപനിഷത്ത് വാക്യം. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷണ്ണമാവൃണ്ണ സത്യധർമായ അധിഷ്ഠതേ. സത്യത്തിനെയും ധർമ്മത്തിനെയും മറച്ചിരിക്കുകയാണ് ഭഗവാന്റെ ശക്തി കൊണ്ട്, സൂര്യപ്രകാശം കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതിനെ ഒരു പളപളപ്പാണ്. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്വർണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. പാത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സത്യത്തെയും ധർമ്മത്തെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അതിനെ മൂടി വച്ചിരിക്കുന്നത് ആകെ ഒരു പളപളപ്പാണ്. എന്തൊക്കെയോ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു വൈഭവം, കണ്ണഞ്ചിപ്പിക്കുന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് അട്രാക്റ്റീവാണ് വേൾഡ് ഔട്ട്സൈഡ്. ആ അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് മറയായിട്ട് വന്നിട്ട് സത്യത്തിനെയും ധർമ്മത്തിനെയും മറച്ചു നിൽക്കുന്നത്. തത്വം പൂഷണ്ണം ആവൃണ്ണ. അതുകൊണ്ട് സൂര്യഭഗവാന് തന്നെ കാലുപിടിക്കുക. പൂഷണ്ണം ആവൃണ്ണ. ആവൃണ്ണ, ആവൃണ്ണ മീൻസ് ഡിസ്കവർ. കവർ ചെയ്തിരിക്കുകയല്ലേ സത്യത്തിനെയും ധർമ്മത്തിനെയും സ്വർണ്ണപാത്രത്തിൽ, സ്വർണ്ണ മൂടി കൊണ്ട്. ഹിരൺമയേണ പാത്രേണ, ഹിരൺമയമായിരിക്കുന്ന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം, മൂടി വച്ചിരിക്കുകയാണ് സ്വർണമായിരിക്കുന്ന മൂടി കൊണ്ട് ആ പാത്രത്തിനെ. തത്വം പൂഷണ്ണമാവൃണ്ണ സത്യധർമായ അധിഷ്ഠതേ. സൂര്യഭഗവാനോട് തന്നെയാണ് പറയണത്. അതുകൊണ്ട് ഇവിടെ പറയണത് ഛാദയാമി ജഗത് സർവം ഭൂത്വാ സൂര്യ ഇവം ശുഭി. നോക്കൂ, എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നുണ പറയണമെന്നുണ്ടെങ്കിൽ തെറ്റില്ലേ അവിടെയും ഇവിടെയൊക്കെ. ഇത് ആ ഒരു കോൺസിസ്റ്റൻസി പോയിട്ടുണ്ടോ? ആ താത്വികമായിട്ടുള്ള കോൺസിസ്റ്റൻസി. ആര് എവിടെ എന്ത് പറഞ്ഞാലും ആ ഒരു ലിങ്കില്ലേ നമുക്ക്. സൂത്ര മണികണേയോ എന്ന് പറഞ്ഞ പോലെ ഓരോ മാലയുടെ ഉള്ളിൽ കൂടെയും ചരട് പോകുന്നില്ലേ? കോമൺ ആയിട്ടുള്ളൊരു ചരട്, ഒരു കോമൺ ഫാക്ടർ പോകുന്നില്ലേ? എത്ര ലക്ഷക്കണക്കിന് പുരാണങ്ങളും എത്ര ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം കോടിക്കണക്കിനുള്ള ശ്ലോകങ്ങളുണ്ട് അവിടെയും ഇവിടെയൊക്കെ. ഓരോരോ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉപനിഷത്തിലൊക്കെ ഏതെങ്കിലും ഒന്നിനോടൊന്നൊരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അവിടെ ഉപനിഷത്തിൽ എഴുതി വച്ചിട്ടുള്ള സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണമാവൃണ്ണ, സൂര്യദേവനോട് തന്നെ എടുത്തു കളയാൻ പറഞ്ഞു. കാരണം അദ്ദേഹമാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. അപ്പോൾ സൂര്യഭഗവാനാണ് ഈ വളവളപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ദൃഷ്ടി സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും തൽക്കാലമായിട്ട് മാറ്റി നിർത്തുന്നത്. പിന്നെ ഒരു കളി കളിപ്പിച്ചിട്ട് ഞാൻ ശരിക്കുള്ളത് കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ജാലവിദ്യ കാണിച്ച് അതിൻ്റെ മുകളിലിട്ടിരിക്കുകയല്ലേ ഭഗവാൻ. ഈ ലോകത്തിൻ്റെ ഈ തത്വത്തിൻ്റെ മുമ്പിൽ സത്യവും ധർമ്മവും മൂടി വച്ചിരിക്കുകയല്ലേ. അത് മൂടി വെച്ചത് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കണത്? സൂര്യനോടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ മൂടി വെച്ചതാരാ? സൂര്യൻ. അത് പറഞ്ഞത് എവിടെയാണ്? മഹാഭാരതത്തിൽ 6000 years ago. ഈ ഉപനിഷത്ത് എഴുതിയത് എപ്പോഴാണ്? വീടുണ്ടോ?
ഉപനിഷത്ത് ഇസ് പാർട്ട് ഓഫ് വേദാസ്. വേദാസ് എപ്പോഴാണ് വന്നേ? തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ. യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ട് വേദം. ഇതൊക്കെ ത്രേതായുഗത്തിൽ വന്നതാണ്, ദ്വാപരയുഗത്തിൽ വന്നതല്ലേ മഹാഭാരതമൊക്കെ. അതിന് മുമ്പ് ത്രേതായുഗം, അതിന് മുമ്പ് സത്യയുഗം. ആ സത്യയുഗത്തിലൊക്കെ വേദങ്ങളില്ലേ? അപ്പോൾ വേദങ്ങൾ എപ്പോൾ എഴുതിയതാ? എപ്പോൾ എഴുതി വെച്ചതാ അവർ? നമ്മളുടെ കണ്ണ് മഞ്ഞളിപ്പിച്ചും കൊണ്ടാണ് സത്യത്തെയും ധർമ്മത്തെയും പിടിച്ചവിടെ നിർത്തിയിരിക്കുന്നത്, അതിനെ മൂടലിട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് സർവഭൂതാനിവാസംശ വാസുദേവസ്തോ സ്മൃതം. പിന്നെ വാസുദേവൻ എന്ന് അറിഞ്ഞാലും എന്ന് പറയുന്നത്. അപ്പം ഇത് ഭഗവാന്റെ ഒരു ക്രിയ തന്നെയാണ്, എല്ലാറ്റിലും ഉണ്ട്. ആർക്കും മനസ്സിലാവില്ല. എല്ലാ ജീവികളിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട. എല്ലാവരിലും ഞാൻ തന്നെ അർജുന ഇരിക്കണത്. പക്ഷെ ആർക്കും അത് അറിയണില്ല ഞാൻ എവിടെ ഇരിക്കണമെന്ന്. എല്ലാത്തൊരു ക്രീഡയല്ലേ അത്? എല്ലാറ്റിലും ഭഗവാനുണ്ട്, ആർക്കും മനസ്സിലാവണില്ല. എല്ലാവരും ഭഗവാനിലുണ്ട്, അവർക്കും ഞങ്ങളെവിടെയെന്ന് മനസ്സിലാവണില്ല. ആകെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എവിടെ ഒരു സ്ഥലകാല ബോധമില്ല. എവിടെ പൊതി ഞാൻ ഒരു പിടി കിട്ടണില്ലല്ലോ. ഞാൻ ആരാന്നറിയില്ല, എന്തിനങ്ങോട്ട് വന്നതെന്നറിയില്ല, എവിടെ അപ്പം നിൽക്കണമെന്നറിയില്ല. ആകെപ്പാടെ ഒരു മയോമയം, മായയുടെ ഒരു കളി. ആകെപ്പാടെ ഒരു വസ്തു അറിയില്ല. ചുരുക്കി പറഞ്ഞ ആരാന്നറിയില്ല, എന്തിനാണ് ഇവിടെ വന്നതെന്നറിയില്ല, എവിടെ പോയി നിൽക്കണമെന്നറിയില്ല. ഭഗവാന്റെ ഉദരത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഭഗവാൻ എന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പോരെ. തന്നെ വരില്ല എല്ലാ തത്വവും പുറത്തേക്ക്. അത് മനസ്സിലാക്കില്ല. അപ്പം ഇത് മായാമയം എന്തതിന് പറയാം, മായാലോകം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടി തന്നെയാണ് നല്ലതല്ലേ. ഇത് കിടന്ന് ഈ യന്ത്രഞ്ഞാലിൽ കിടന്ന് മറയണോ, ചളിക്കുണ്ടിൽ കിടന്ന് പൊളയ്ക്കണോ? ചേറ്റിൽ കിടക്കുന്ന പോത്തിരിത്തടിയനെന്ന് കുഞ്ഞുതമ്പി പറഞ്ഞ പോലെ ഈ പന്നിക്കുട്ടികൾ ചളിയിൽ കിടന്ന് കളിക്കണ പോലെ ഈ കളി നമുക്ക് വേണം ഇവിടെ. അത് മാറ്റിക്കൂടെ അല്ലേ? അപ്പോൾ എല്ലാം ഭഗവാന്റെ മായ, ഭഗവാന്റെ കൃപ. അപ്പോൾ വല്ലാത്തൊരു വ്യാമോഹമല്ലേ ഈ മായ എന്ന് പറയുന്നത്. മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹം തന്നെയല്ലേ ഇത്. ഇത്ര അച്ചിട്ട പോലെ ശങ്കരൻ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ എഴുതിക്കണം നോക്കൂ. മായാശക്തി വിലാസ കൽപ്പിതം. ഇതൊക്കെ സത്യമാണോ? അല്ലേ? ഇനി അതാ പ്രശ്നം. ഇത് വെറും ഇമാജിനറി, കൽപ്പിതമാണ്. മായാശക്തി വിലാസകൽപ്പിതം. എന്നാൽ കൽപ്പിതാണെന്ന് തള്ളിക്കളയാൻ പറ്റുമോ? വ്യാമോഹം. ഇറ്റ് ലുക്സ് റിയൽ, മോർ റിയൽ ദാൻ ദ റിയൽ. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എപ്പോഴും. നല്ലതിനേക്കാൾ നന്നായിട്ട് തോന്നുക. കുന്നംകുളം എന്ന് പറഞ്ഞാൽ അത് കാണാൻ കുറച്ചും കൂടി നന്നാവും. പ്ലാസ്റ്റിക് പൂവൊക്കെ ചിലർ കണ്ടാൽ ചോദിക്കും, എന്താ ഇത് ഇവിടെ ഉണ്ടായതാ എന്നൊക്കെ ചോദിക്കും. കാണാൻ അത്രയ്ക്ക് നന്ന്, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കാണാൻ അത്രയ്ക്ക് നന്നാണ്. അപ്പം മായയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള ശക്തിയും കിട്ടുന്നില്ല നമ്മുടെ കയ്യിൽ. അത് മായ അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, നല്ല തള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശങ്കരൻ പറഞ്ഞത് മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹം, ടെറബിൾ വ്യാമോഹം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അതാണ് ഇന്നത്തെ. അടുത്ത നാമം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.
ഓം ശ്രീ ഗുരുഭ്യോ നമ. കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ.